ഒരു കാര്യം കൂടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി കോൺഗ്രസ് നേടിയെടുത്തത്. കേരളത്തിൽ പരിപൂർണമായി BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ ഒരു സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ, നിയമം കിട്ടുമോ കിട്ടില്ലയോ, ഒരുപക്ഷെ പാലക്കാട്, അതിനപ്പുറം കാസർഗോഡ്, മഞ്ചേശ്വരം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിടത്തു നിന്നാണ് ടെലിവിഷൻ സ്ക്രീനുകളിൽ 1, 2, 3 എന്നുള്ള നിലയിലേക്ക് BJP കയറിപ്പോയത്. അടുത്ത 2031 ആകുമ്പോൾ BJP 2 അക്കം പോലും കടന്നു പോകുമോ എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചയും വെക്കുന്നു. BJP മത്സരിച്ചു ജയിച്ചെടുത്തു മുഴുവനും BJP ടൈറ്റ് ഫൈറ്റ് കൊടുത്തത് 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് ആരാണ്? ഇടതുപക്ഷം. ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയിട്ട് ഒരു ത്രികോണ പോര് കൊണ്ടുവന്ന് പരിപൂർണമായി വോട്ടുകൾ ശേഖരിച്ച് ഒരു സാന്നിധ്യമായി മാറി BJPക്കുള്ള വിജയമാണ് കോൺഗ്രസ് നേടിയെടുത്തത് എന്നുള്ളതാണ്. CPM BJP ഡീൽ എന്ന് രാത്രിക്ക് രാമായണം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് BJPക്ക് ഇവിടെ 3 സീറ്റ് കൊടുത്തത് എന്ന് പറയേണ്ടി വരും. KC വേണുഗോപാലോ, രമേശ് ചെന്നിത്തലയോ, VD സതീശനോ, ആര് മുഖ്യമന്ത്രിയായാലും ഘടകകക്ഷികൾ എത്രമാത്രം വലിയ സീറ്റ് നേടിയെടുത്ത് മന്ത്രി കസേരകൾ ഉറപ്പിച്ചാലും അസ്വാരസ്യമുള്ളവർ, വിഷമമുള്ളവർ, സീറ്റ് കിട്ടാത്തവർ ആദ്യം ആ ചർച്ച അടച്ചിട്ട റൂമിലോ ഒരു സദസ്സിലോ എവിടെ വേണമെങ്കിലും വലതുപക്ഷം നടത്തിക്കോട്ടെ, ആദ്യം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്തായിരിക്കുമെന്നറിയോ? അസ്വാരസ്യമുള്ളവർ, തൃപ്തരല്ലാത്തവർ BJP പാളയത്തിലേക്ക് പോകുമോ എന്നുള്ളത്. കോൺഗ്രസ് ഒരു ചെറിയ അതൃപ്തി ഉണ്ടായാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോർച്ചായി BJP മാറുന്നു എന്നുള്ളതാണ്.